രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടോ? ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുകയും തർക്കവിഷയമായി നിൽക്കുന്നതുമായ ഒരു കാര്യമാണത്. ഗാന്ധിയെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് അസന്നിഗ്ധമായി കോൺഗ്രസ് എന്നും വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ BJPയും RSSും തുടർച്ചയായി പറയുന്നത് ഗാന്ധി വധത്തിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന് യാതൊരു പങ്കുമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഗാന്ധി ഘാതകനായ ഗോഡ്സെയുടെ കുടുംബാംഗമായ ഒരാൾ തന്നെ ഗോഡ്സെ RSS പ്രവർത്തകനായിരുന്നു എന്ന് കോടതിയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരനായ ഗോപാൽ ഗോഡ്സെയുടെ ചെറുമകനായ സത്യകി സവർക്കറാണ് ഇക്കാര്യം ഒരു കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ കേസിലെ വിചാരണയിലാണ് സത്യകി സവർക്കറുടെ ഈ നിലപാട്. സത്യകി സവർക്കറുടെ അമ്മയുടെ അച്ഛനാണ് ഗോപാൽ ഗോഡ്സെ. അച്ഛന്റെ അച്ഛൻ VD സവർക്കറുടെ സഹോദരനായ നാരായൺ ദാമോദർ സവർക്കർ. അതായത് ഗോഡ്സെ സവർക്കർ കുടുംബത്തിന്റെ ഇന്നത്തെ പ്രതിനിധിയാണ് സത്യകി സവർക്കർ. 2023 ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി VD സവർക്കർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് സത്യകി സവർക്കർ കേസ് നൽകിയത്. MPമാർക്കും MLAമാർക്കുമെതിരായ കേസുകൾ പരിഗണിക്കുന്ന പൂനെയിലെ പ്രത്യേക കോടതിയിലാണ് കേസിന്റെ വിചാരണാ നടപടികൾ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മിലിന്ദ് പവാർ നടത്തിയ ക്രോസ് വിസ്താരത്തിൽ സത്യകി മറുപടിയായി നൽകിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനം തന്റെ മുത്തച്ഛന്മാരായ ഗോപാൽ ഗോഡ്സെയും അദ്ദേഹത്തിന്റെ സഹോദരനായ ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയും RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു എന്നതാണ്. ഇതിൽ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം സത്യകി സവർക്കർ തന്നെ മുൻപ് ഇതേ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഗോഡ്സെ തന്നെ താൻ RSSകാരനായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. താനും സഹോദരനും RSSൽ വളർന്നവരാണെന്ന് ഗോപാൽ ഗോഡ്സെയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 2016 സത്യകി സവർക്കർ ഗോഡ്സെ RSSകാരനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധി വധത്തിൽ RSSന് പങ്കില്ല എന്നതാണ് നിലപാട്. RSSും ഇതേ വാദമാണ് ഉയർത്തുന്നത്. ഗാന്ധി വധത്തിന് മുമ്പ് തന്നെ ഗോഡ്സെ സംഘടന വിട്ടിരുന്നു എന്നാണ് RSS പറയുന്നത്. ഒപ്പം ഗാന്ധി വധത്തിന്റെ ഗൂഢാലോചനയിൽ RSSന്റെ പങ്ക് കോടതികൾ ശരിവെച്ചിട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടിയാണ് ഈ രക്തത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സ്ഥാപിക്കാൻ RSS കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ RSSന്റെ ഹിന്ദുത്വ തലച്ചോറായിരുന്നു ഗോഡ്സെയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് അയാളുടെ നിലപാടുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ലെങ്കിലും RSS ആഗ്രഹിച്ചതാണ് ഗാന്ധി വധത്തിലൂടെ ഗോഡ്സെ നിറവേറ്റിയതെന്ന് മതേതര ജനത ഒത്തടങ്കം വിശ്വസിക്കുന്നു. ഗാന്ധി വധത്തിനു പിന്നാലെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് RSS സംഘടനയ്ക്ക് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയത്. ഗാന്ധി വധത്തിനു പിന്നാലെ RSSകാർ മധുരം വിതരണം ചെയ്തതും ആഹ്ലാദ പ്രകടനം നടത്തിയതുമാണ് നിരോധനത്തിന് നിർബന്ധിതരാക്കിയതെന്ന് വ്യക്തമാക്കി പട്ടേൽ 1948 സെപ്റ്റംബർ 11 RSS നേതാവ് ഗോൾവാൾക്കറിന് കത്തെഴുതുന്നുണ്ട്. ഇതേ പട്ടേലിനെ തങ്ങളുടേതാക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നതും രസകരം. ഇനി സത്യകി സവർക്കർ കോടതിയിൽ വിചാരണയ്ക്കിടെ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ നോക്കാം. ഗോഡ്സെയും സവർക്കറും ബന്ധുക്കളാണ്. ഗോഡ്സെ മാത്രമല്ല, സവർക്കറും ഗോപാൽ ഗോഡ്സെയും ഗാന്ധി വധത്തിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നു. നാഥുറാം ഗോഡ്സെ 1ാം പ്രതിയും ഗോപാൽ ഗോഡ്സെ സവർക്കർ എന്നിവർ 6ഉം 7ഉം പ്രതികളും. ഇവരൊക്കെ RSSലും ഹിന്ദു മഹാസഭയിലും സജീവ പ്രവർത്തകരായിരുന്നു എന്നും സത്യകി പറയുന്നുണ്ട്. അതായത് RSSലും ഹിന്ദു മഹാസഭയിലും പ്രവർത്തിച്ചവരാണ് ഗാന്ധി വധത്തിൽ പ്രതികളാക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവർ എന്നത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു. RSSകാരാണ് ഗാന്ധി വധത്തിന് പിന്നിലെന്ന് തുടർച്ചയായി പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. സവർക്കർ മാപ്പെഴുതി കൊടുത്താണ് ബ്രിട്ടീഷുകാരുടെ തടവിൽ നിന്ന് പുറത്തു വന്നതെന്ന് പറയാനും രാഹുലിന് മടിയില്ല. ഇതിന്റെ പേരിൽ രാഹുലിനെ നിയമപരമായി വേട്ടയാടുകയാണ് സംഘപരിവാർ സംഘടനകൾ ഒന്നാകെ. സവർക്കർക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുലിനെതിരെ ഉത്തർപ്രദേശിലെടുത്ത കേസ് കഴിഞ്ഞയാഴ്ചയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. എങ്കിലും ഇക്കാര്യത്തിലെ നിയമപോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. രാഹുൽ മാത്രമല്ല, CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആരോപിക്കുന്നതാണ് ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന്. ഒരു സംഘടനയെ ഒന്നാകെ കൊന്നു എന്നതിനപ്പുറം അവരുടെ ആശയങ്ങൾ പേറുന്നവർ രാഷ്ട്രപിതാവിനെ ഇല്ലാതാക്കിയെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. അത് തള്ളിക്കളയാനാവുകയുമില്ല.